Hello guys, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അമ്മാസ് ഫുഡ് റെസിപ്പി എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിക്കൻ കറി പോലെ നമ്മൾക്ക് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷേ ഈ സാമ്പാർ അങ്ങനെയല്ല, ഒറ്റൊരു വെജിറ്റബിൾ വെച്ചിട്ട്, അങ്ങനെയല്ല, മെയിനായിട്ടുള്ളൊരു വെജിറ്റബിൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ്. അതെ, വെള്ളരിക്ക സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ഉലുവ, ഒരു കഷ്ണം കായം, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: വെള്ളരിക്ക, വെള്ളിയുള്ളി, തക്കാളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇതിൽ വെള്ളരിക്ക നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ തോല് കളയാതെയാണ് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വാളംപുളി വേണം. പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ, അല്ലെങ്കിൽ നോർമൽ സാമ്പാറിന് വേണ്ടി നമ്മൾ വറുത്തെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വറുത്തെടുക്കുക. പിന്നെ അത് തണിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ചുട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ സ്ഥിരം കലാപരിപാടികൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതാ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുമ്പോൾ നമ്മുടെ ആ പാനിന്റെ ചൂടിൽ തന്നെ അത് ആ ഒരു ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് തണിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ ആണെങ്കിലും അരച്ചെടുത്താൽ. ഇത് തണിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഒരു ചട്ടിയിലേക്കോ, നിങ്ങൾക്ക് കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ ഒരു വിസിലിന് വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ചട്ടിയിലാണ്. ചട്ടിയിൽ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഇതിൽ സാമ്പാർ പൗഡർ യൂസ് ചെയ്യുന്നേ ഇല്ല, മല്ലിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കണം. അപ്പൊ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് വാളംപുളി നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം അരിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പുളിക്ക് അനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ആ പുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ കഷ്ണമെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ച് വെച്ച സംഭവം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അത്രയേ ഉള്ളൂ, നമ്മളെ കറി റെഡിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണോ വേണ്ടയോ നോക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് ആഡ് ചെയ്യും. ഉപ്പ് നോക്കിയാ എങ്ങനെ നമ്മൾ ഉപ്പ് നോക്കുക? ഹായ്,
അവസാനം നമ്മൾ ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി ആവശ്യത്തിന് കടുകും ഉലുവയും പിന്നെ നമ്മുടെ കായ്മുളകും കൂടെ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമുക്ക് ഒറ്റ കഷ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ വെച്ചിട്ടും നമുക്ക് സാമ്പാർ ഇങ്ങനെയും റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ വെള്ളരിക്ക സാമ്പാർ ഇവിടെ റെഡിയാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയൻസിനൊക്കെ ചിക്കൻ കറി പോലത്തെ കറി കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.